ഈ പിള്ളേരുടെ ഒരു കാര്യം, എന്തൊരു ബഹളം! മനുഷ്യനെ സമാധാനമായി പത്രം വായിക്കാനും വീടില്ല, ഒരു അച്ചടക്കമില്ലാത്ത പിള്ളേര്. നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അവർ കുട്ടികളല്ലേ, അവരാഘോഷിക്കട്ടെ. നിങ്ങൾക്ക് എന്താ? ഒച്ചും ബഹളം ഇല്ലാണ്ട് ഓരോരുത്തരും അവനവന്റെ കാര്യം നോക്കി ജീവിക്കണം, അല്ലാണ്ട് ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ അലറണം. അമ്മാവാ, നാളെ ക്ലബിൽ പരിപാടിയുണ്ട്, ക്ലീനിങ് ആണ്. അമ്മാവൻ എന്തായാലും വരണേ. എനിക്ക് സൗകര്യമില്ല. എന്റെ വീട് മുറ്റും ഞാൻ വൃത്തിയാക്കും, ബാക്കി മുനിസിപ്പാലിറ്റി ആയിക്കോളും. എന്നെ ഇതിനൊന്നും കിട്ടില്ല. അമ്മാവാ, പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലം നാട്ടുകാരെ വൃത്തിയാക്കുമോ? ഇത് മുനിസിപ്പാലിറ്റിന്റെ മാത്രമൊന്നല്ല, നമുക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ വർത്താനൊന്നും കേൾക്കണ്ട, നിങ്ങള് പോയി പണി നോക്ക്. അയ്യോ, രവിചേട്ടൻ അവിടെ വീണ് കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? സുമതി, നമ്മളതിന്റെ ഇതിലൊക്കെ തലയിടുന്ന് വല്ല പോലീസ് സ്റ്റേഷനിലേക്ക് മനുഷ്യന് ജീവിക്കാനും കഴിയില്ല. ആരെങ്കിലും വന്ന് അവനെ എടുത്തോളൂ. ചേട്ടാ, എന്തു പറ്റി? വേഗം വെള്ളം എടുക്കൂ, ഇയാളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പക്ഷേ എന്റെ അടുത്ത് വണ്ടിയില്ലല്ലോ. അമ്മാവ, കാറിന്റെ കീ ഒന്ന് തരുമോ? ഇയാളെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. എന്റെ കാറിലോ? സീറ്റിൽ ചോരയും ചളിയാക്കാം. മാത്രല്ല ഡ്രൈവിംഗ്. മതി, നിർത്ത്. മനുഷ്യത്വം ഇല്ലാത്ത ഈ മതിൽക്കെട്ടിനുള്ളിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അമ്മാവൻ കാറ് തന്നില്ലെങ്കിൽ നമ്മളെ ആംബുലൻസ് വിളിക്കും. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയാലോ? വിനു, ഇതാ കാറിന്റെ കീ. ഞാൻ വരണോ, അല്ലെങ്കിൽ ഇയാൾ മുന്നിൽ പോയിക്കോ? വിനു, എന്തായി? അമ്മാവൻ കൃത്യനേരത്ത് കാർ തന്നുകൊണ്ട് രവിചേട്ടൻ രക്ഷപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു 5 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ രവിചേട്ടൻ. എനിക്ക് തെറ്റുപറ്റി മക്കളെ. ഞാൻ എൻ്റെ വീട് എന്ന് മാത്രം ചിന്തിച്ചപ്പോൾ ഒരു വലിയ ലോകത്തെ മറന്നുപോയി. പ്രതിസന്ധികളിൽ പരസ്പരം സഹായിക്കുന്നവനാണ് യഥാർത്ഥ സമൂഹം എന്ന് എനിക്ക് മനസ്സിലായി. മതം നോക്കാതെ, ജാതി നോക്കാതെ, പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ നോക്കാതെ ഒരാളെ സഹായിക്കുന്നതാണ് നന്മയുള്ള സമൂഹം വളരുന്നത്. സുമതി, ആ മതിലിൻ്റെ മുകളിലെ കമ്പുവേലി ഞാൻ കെട്ടേണ്ട തീരുമാനിച്ചു. അവിടെ കുറച്ച് പൂച്ചെടികൾ വെക്കാം, അയൽക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാലോ. ലോകമേ തറവാട് എന്ന ചിന്തയോടെ ഓരോ ഹൃദയത്തെയും ചേർത്ത് പിടിക്കാം. വിദ്വേഷത്തിൻ്റെ മതിലുകൾ തകർത്ത് സ്നേഹത്തിൻ്റെ പാലങ്ങൾ പണിയാം. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണം, മണ്ണിൽ സ്വർഗം തീർക്കണം.